ഈ കോവയ്ക്ക എപ്പോഴും നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണേ. അങ്ങനെ വേണം കോവയ്ക്ക എപ്പോഴും ഉപയോഗിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇതേ കണ്ടില്ലേ, ഞാൻ ഈ കോവയ്ക്കാൻ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കോവയ്ക്ക ഇതുപോലെ 4ആക്കി മുറിക്കണം. ഇതുപോലെ കണ്ടില്ലേ. എന്നിട്ട് ഇങ്ങനെ ചെറുതാക്കി നമുക്ക് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തേക്കണേ. കണ്ടോ? അതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, വേപ്പില, പിന്നെ ഈ കപ്പിന് 1 കപ്പ് തേങ്ങ. ഞാനൊരു അളവിന് വേണ്ടി പറഞ്ഞു തരുവാണേ. എന്നിട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചില്ലേ, ആ കോവയ്ക്കായിലോട്ട് 1 കപ്പ് തേങ്ങ, ഒരു മീഡിയം സൈസ് സവാള, പച്ചമുളക്, വേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ നമ്മൾ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ആ ഉപ്പും തേങ്ങയും ഒക്കെ എല്ലാ ഭാഗത്തും എത്തട്ടെ. അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒന്നുമില്ല, ഈസി. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പം ഈ മിക്സ് ചെയ്ത് വെച്ച കോവയ്ക്കയില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി അവിടെ അടച്ച് വെക്കണം. ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ഒട്ടും വെള്ളമൊന്നും തളിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 1-1.5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ? ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ. എന്നിട്ട് ഇനിയും തട്ടിപ്പൊത്തി അവിടെ അടച്ച് വെക്കണം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റി കോവയ്ക്ക തോരൻ റെഡി. എളുപ്പമല്ലേ? ഒരു ഈസി തോരൻ റെസിപ്പിയാണ് അല്ലേ? ഉച്ചയ്ക്ക് ഇത് നല്ല ചൂട് ചോറ്, നല്ല കോവയ്ക്ക തോരൻ, സാമ്പാർ, ചെറിയ മത്തി മാങ്ങ ഇട്ട് വെച്ചതാണ്, മുളക് കറി, പിന്നെ ചെറിയ മത്തി ഫ്രൈ, നല്ല മുരുമുര എന്നുള്ള മത്തി ഫ്രൈ, പപ്പടം, ഇതെല്ലാം കൂടെ കൂട്ടി നല്ലൊരു ഉച്ചയൂണ്.